ലെജൻസ് നമ്മൾ ചെയ്യാറിൻ്റെ അടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് പ്യോർ ക്രേപ്പ് ആണ് ഫാബ്രിക്, അതായത് ജോർജറ്റിൽ പ്യോർ ക്രേപ്പ് ഫാബ്രിക്. അപ്പോൾ ഇതിൽ തന്നെ 2-3 റേഞ്ച് വരുന്നുണ്ട്. ഇത് അതിൽ തന്നെ ഏറ്റവും കൂടിയ ഫാബ്രിക് ആട്ടോ. അതിൻ്റെത് ബോട്ടം യൂസ് ചെയ്തേക്കുന്നത് പ്യോർ കോട്ടൺ മെറ്റീരിയൽ, നല്ല ഹൈ ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടിയ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഈ ഒരു പ്രിൻറ്റ് ബാട്ടിക്കിൻ്റെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ്. ചെറിയ കളർ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് ചെറിയൊരു കളർ, ഇച്ചിരി ബ്ലൂ കളർ കൂടുതലായിരിക്കും. ശരിക്കും ഭയങ്കര അടിപൊളി കളർ കോമ്പിനേഷൻ ആട്ടോ ഇത്. ഇതിൻ്റെ ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് ഇതിൻ്റെ മെയിൻ ആ ഒരു ദുപ്പട്ടയ്ക്കും ബോട്ടത്തിനും വന്നേക്കുന്നത്. ടോപ്പിൻ്റെ കളർ വരുന്നത് നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡ്, ഇച്ചിരി വയലറ്റ് മിക്സാണ് അല്ലേ, കറക്റ്റ് നേവി ബ്ലൂ അല്ല. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ക്രോഷിയോടെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് എന്തായാലും വരും. പിന്നെ ഒരു പ്യോർ ക്രേപ്പിൻ്റെ റേറ്റ് ഉണ്ട്. എന്തായാലും ഭയങ്കര അടിപൊളി സെറ്റാട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇത് ഒറിജിനലാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ, അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. ഇതിൽ തന്നെ ഇച്ചിരി റേറ്റ് കുറഞ്ഞ് ഞാൻ കൊണ്ടുവരാറുണ്ട്, പക്ഷേ 2 ടൈപ്പാണ് കേട്ടോ, ചെറിയ മെറ്റീരിയൽ ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഒറിജിനൽ മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ മോഡൽ ചില സമയത്ത് ഡയക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് ലെങ്ത് കുറയാറുണ്ട്, പക്ഷേ ഇത് അതും കൂടെ ചേർത്തിട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്നതാണ് കൊണ്ട് ദുപ്പട്ടയൊക്കെ നല്ല ലെങ്ത്താണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈക്ക് യൂസ് ചെയ്യാം. ഇനി എക്സ്ട്രാ നീളം കൊടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ടാണെങ്കിലും നീളം താഴെയാണെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ഈ ഒരു കൂടെ തന്നെ എക്സ്ട്രാ പീസായിട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് Y675. ഇത് റേറ്റ് 1990, 1990. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത കളറാട്ടോ. നല്ലൊരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ അതിലും ക്രോഷഡ് ലേസും ഒക്കെ ഈ ഒരു മെയിൻ സെൻറ്ററിലും ഉണ്ട്, താഴത്തെ ദുപ്പട്ടയുടെ ബോർഡറിലും ഉണ്ട്. അത് തന്നെ ഒരു കാണാനൊരു രസമാട്ടോ. കാരണം നമുക്ക് അത്രയും ഈ ഒരു മെറ്റീരിയൽ തന്നെ കുറച്ചൊരു വെയിറ്റ് പോലെ നമുക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ ലേസ്, ക്രോഷഡ് ലേസ് വർക്ക് കൂടെ വരുമ്പോൾ ഭയങ്കര ഗ്രാൻഡാണ് കാണാൻ. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് പറ്റുന്നവർ ഡ്രൈ വാഷ് ചെയ്യുക. നോർമൽ വാഷ് ചെയ്യുന്നവരുണ്ട്, സ്റ്റാർച്ച് മുക്കി ഉപയോഗിക്കുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ കൂടിയതായതുകൊണ്ട് സെപ്പറേറ്റ് വാഷാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y674, റേറ്റ് സെയിം ആണ് 1990. ഇത് വെച്ചപ്പോൾ ഇതാ കുറച്ച് അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിലും ആ ഒരു ക്രോഷഡ് ലേസൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഭംഗി കാണാൻ. അപ്പോൾ ഇത് ക്രോഷ്യ ഉണ്ട്, താഴത്തെ ബോർഡറിലും ദുപ്പട്ടയുടെ ബോർഡറിലും ഇതുണ്ട്. നമുക്ക് കൈക്കോ താഴെയോ കൊടുക്കാൻ വേണ്ടി എക്സ്ട്രാ പീസ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടം ഇതാണ്, നല്ല അടിപൊളി റെഡ് കളറ്. എല്ലാം ഫുൾ പ്രിൻറ്റഡ് ആയിട്ട്, ബാക്ക് സൈഡും പ്രിൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y676, റേറ്റ് സെയിം ആണ് എടുത്തത്. ഇതും നല്ല ഷെയ്ഡാണ് അല്ലേ, ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു മെറൂണും വൈനും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. നമുക്ക് മെയിൻ കളർ വരുന്നത് കോമ്പിനേഷനിൽ നല്ലൊരു ഓറഞ്ച് കളർ കേട്ടോ. ഭയങ്കര ഡാർക്കല്ല, നമ്മുടെ ബ്രിക്ക് മിക്സ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഈ ദുപ്പട്ടയുടെ ആ ഒരു ഡിസൈൻ, താഴത്തെ ഡിസൈൻ ഇല്ലേ, അത് തന്നെ കൈക്കുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി തയ്ക്കാം കേട്ടോ. നല്ല കളർ കോമ്പിനേഷനും നല്ല ഡിസൈനുമാണ്. ബോർഡറിലും ദുപ്പട്ടയുടെ ബോർഡറിലും ഒക്കെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്പർ വരുന്നത് Y677, റേറ്റ് 1990.